വണ്ടിയുടെ അഹമൊക്കെ ഞാൻ കയറി നോക്കി. അപ്പോൾ നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒരു വണ്ടി കൂടി കിടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടി ഒന്ന് നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇതാണ്, ഫോഴ്സ്ബർഗ്. അത് നോക്കി നല്ല കണ്ടീഷനാണ്. എഞ്ചിൻ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇങ്ങൊന്നും തോന്നുന്നില്ല. അപ്പോൾ MG ഹെക്ടർ കിടപ്പുണ്ട്. അപ്പോൾ ആ MG ഹെക്ടറിൻ്റെ വിലയും കൂടി ഞാനൊന്ന് കാണിക്കാം. 2019 മോഡൽ MG 250 കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ വില ഒന്ന് നോക്കാം. ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോർച്യൂണറിൻ്റെ വിലയും കൂടി ഞാനൊന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ ചണ്ഡീഗഡിൽ ഒരു കാർ മേള നടക്കുന്നു, സൺഡേയിൽ മാത്രമുള്ള ഒരു കാർ മേള നടക്കുന്നു എന്നറിഞ്ഞിട്ടാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലുള്ള യൂസ്ഡ് കാർ ഷോറൂം ഉള്ളവരെല്ലാം അവരുടെ വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഒരു ഞായറാഴ്ച ഒരു മേള നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മെഴ്സിഡസ് C250 കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ വില ഒന്ന് നോക്കാം. 2012 മോഡൽ, 6,70,000 രൂപ. എനിക്ക് കേരളത്തിലെ വിലയെക്കുറിച്ച് അറിയത്തില്ല, ഇത് വില കൂടുതലാണോ കേരളത്തിലേക്കായി വില കുറവാണോ എന്നറിയില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഇത് വില കൂടുതലാണോ കുറവാണോ എന്ന്. അപ്പോൾ വണ്ടിയെല്ലാം ഞാൻ ചുറ്റി നടന്നൊന്ന് കണ്ടു, കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. അപ്പം ഫോർച്യൂണറിൻ്റെ വിലയും കൂടി ഞാനൊന്ന് നോക്കാം. 28,70,000 രൂപ. 2022 മോഡലാണെന്ന് തോന്നുന്നു. 2019 മോഡൽ. ആ വണ്ടി കണ്ടിട്ട് കൊള്ളാം, പക്ഷേ ഇത്രയൊക്കെ വില ഉണ്ടോ നമ്മുടെ നാട്ടിലൊന്നും അറിയില്ല. ഈ വണ്ടി ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ആഡംബര കാറുകൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. 2019 മോഡൽ, 28,70,500 രൂപ ഫോർച്യൂണർ. അപ്പോൾ ഇത് ഏകദേശം അത്രയും തന്നെ വിലയാണ് ഈ വണ്ടിയും. ഇത്രയൊക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. 2019 മോഡൽ ഫോർച്യൂണറിന് 28,70,000 രൂപയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു MG ഹെക്ടർ കിടപ്പുണ്ട്. അപ്പോൾ ആ MG ഹെക്ടറിൻ്റെ വിലയും കൂടി ഞാനൊന്ന് കാണിക്കാം. 2019 മോഡൽ MG ഹെക്ടർ 13,90,000 രൂപ. ഫസ്റ്റ് ഓണറാണ്. അപ്പോൾ ഇത്രയൊക്കെ വില ഉണ്ടോ നമ്മുടെ നാട്ടിൽ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വണ്ടി കണ്ടിട്ട് നല്ല പുതിയ വണ്ടിയാണ്, ഫസ്റ്റ് ഓണറാണെന്നാണ് കാണിച്ചേക്കുന്നത്. ഫുൾ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ ഒരു വോക്സ് വാഗൺ ഉണ്ട്. 2012 മോഡൽ വോക്സ് വാഗനാണ്. 4,25,000 രൂപയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ വില. അപ്പോൾ ഇവരുടെ എല്ലാം അഡ്രസ്സോ ഈ യൂസ്ഡ് കാർ വിൽക്കുന്നവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒക്കെ വേണമെങ്കിൽ നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ തരാം. ഞാനിപ്പോൾ ഇവരുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനല്ല വന്നത്. ഇപ്പോൾ വണ്ടിയുടെ അഹമൊക്കെ ഞാൻ കയറി നോക്കി. അപ്പോൾ നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ വേറെ ഒരു വണ്ടി കൂടി കിടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടി ഒന്ന് നോക്കാം. 2012 മോഡൽ, 1,55,000 കിലോമീറ്റർ ഓടിയ ഫോർച്യൂണറാണ്. 9,35,000. പലരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പറയുന്നു ഇവിടെ വില കൂടുതലാണ് എന്ന്. എനിക്കറിയില്ല നാട്ടിലെ വില എത്ര ആണെന്ന്. അപ്പോൾ ഞാൻ നാട്ടിലെ വീഡിയോ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം വില കൂടുതലാണെന്ന്. ടയറൊക്കെ കണ്ടിട്ട് നല്ല കണ്ടീഷൻ ടയറൊക്കെയാണ് ഈ വണ്ടിക്ക്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കൂടുതൽ വണ്ടികൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. 2012 മോഡൽ ഫോർച്യൂണർ. 2022 മോഡൽ ഫോഴ്സ് ഗൂർക്കയാണ് ഈ കിടക്കുന്നത്. 12,50,000 രൂപയാണ്. ഇൻഷുറൻസ് ഒക്കെ ഫുള്ളാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഓണർ. ഞാൻ ഈ വണ്ടി ഒന്ന് നോക്കി, എല്ലാ കാര്യങ്ങളും ടയറെല്ലാം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ എനിക്കിതിൽ ഈ വന്നതിൽ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇതാണ്, ഫോഴ്സ്ബർഗ്. 12,50,000 രൂപ. നാട്ടിൽ ഇത്രയും വില ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിനേക്കാൾ കുറവാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കാണുന്നവർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വീഡിയോയിൽ മാത്രം എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനിയൊരു വീഡിയോ കൂടി ഇതിനെക്കുറിച്ച് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വണ്ടി ആണിത്. ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളെല്ലാ വണ്ടികളും കൂടുതൽ ഇന്ന് ആഡംബര വാഹനങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ചെറിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾ എടുക്കുക.
SUV പോലുള്ള വലിയ വാഹനങ്ങൾ എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ലാഭത്തിൽ കിട്ടുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊരു വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോണറ്റൊക്കെ തുറന്നു നോക്കി, നല്ല കണ്ടീഷനാണ്. എഞ്ചിൻ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇങ്ങൊന്നും തോന്നുന്നില്ല. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.